ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ നമ്മളുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. The previous class we have discussed about data, information and then data processing. The next topic in this chapter is number system. So you all heard about this number system. നിങ്ങൾ എല്ലാവരും എന്താണ് നമ്പർ സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാവും, അതുപോലെ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് നമ്പർ സിസ്റ്റം അല്ലെ? അതിന് മുമ്പായിട്ട് എന്താണ് ഒരു നമ്പർ അല്ലെ? വാട്ട് യു മീൻ ബൈ എ നമ്പർ? നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് യൂസ്ഡ് ടു കൗണ്ട്, മെഷർ ആൻഡ് ലേബൽ അല്ലെ? നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ് അല്ലെ? നമുക്ക് എന്തിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കൂട്ടാനും അല്ലെ കൗണ്ട് ചെയ്യാൻ അല്ലെ, എണ്ണാൻ, അതിനുപോലെ തന്നെ എന്താണ് മെഷർ, അളക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്? നമ്പർ എന്ന് പറഞ്ഞ മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം അല്ലെ? കൃത്യമായി നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്പർ സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. സോ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെന്റ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ വേ മാത്രമാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ? നമ്പർ സിസ്റ്റം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് ഏത് നമ്പർ സിസ്റ്റം ആണോ? അതെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള നാച്ചുറൽ നമ്പർ സിസ്റ്റം ആയിട്ടുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് എന്ത് നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലോട്ട് ഓടി വരും അല്ലെ? അപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്കറിയാം 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡെസിമൽ നമ്പേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് പഠിച്ചിട്ടുമുണ്ട് അല്ലെ? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നോർമലി ഉപയോഗിക്കുന്ന എല്ലാം തന്നെയാണ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, നമുക്ക് അതിലോട്ട് വരാം. അതിനു മുമ്പായിട്ട് നമ്പർ സിസ്റ്റത്തിന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം. ജനറലിലുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം. ഓരോ നമ്പർ സിസ്റ്റത്തിൽ എന്തുണ്ടാവും? there will be a set of symbols used to construct the numbers അല്ലെ? നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും? ഓരോ നമ്പർ സിസ്റ്റത്തിലും എന്തുണ്ടാവും? എ സെറ്റ് ഓഫ് സിമ്പിൾസ് ആണ് അല്ലെ? അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ബേസ് ഓർ റാഡിക്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ നമ്പർ സിസ്റ്റം. ഇപ്പൊ എന്താണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് ഓഫ് എ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് ആക്ച്വലി ദ നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ number system to construct a number in that particular number system. ഒരു നമ്പർ സിസ്റ്റത്തിലെ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിസ് എന്ന് പറയുന്നത്. അടുത്ത ഏതൊക്കെയാണ് നമ്പർ സിസ്റ്റംസ് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും 4 നമ്പർ സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹെക്സാഡെസിമൽ നമ്പേഴ്സ്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡെസിമൽ നമ്പർ സിസ്റ്റം അല്ലെ? ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ നമ്പർ സിസ്റ്റം ദാറ്റ് ഇൻവോൾവ്സ് 10 സിമ്പിൾസ് ടു കൺസ്ട്രക്ട് എ നമ്പർ അല്ലെ? എന്താ പറഞ്ഞത്? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എന്താണ്? 10 സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു നമ്പർ ഫോം ചെയ്യുന്നത് അല്ലെ? ഈ 10 സിമ്പിൾസിൽ ഏതെങ്കിലും എല്ലാ സിമ്പിൾസും വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 10 സിമ്പിളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമൽ നമ്പർ കൺസ്ട്രക്ട് ചെയ്യാം. ഏതൊക്കെയാണ് ആ നമ്പർ സിസ്റ്റത്തിലെ 10 സിമ്പിൾസ് എന്ന് പറയുന്നത്? 0, 1, 2, 3, 4, 5, 6, 7, 8 and 9 അല്ലെ? അങ്ങനെ 10 സിമ്പിൾസ് ആണ്. അപ്പൊ ഈ നമ്പർ സിസ്റ്റത്തിന്റെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇപ്പോൾ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 10 ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 10 ആണ്. അതുകൊണ്ട് തന്നെ ഈ നമ്പർ സിസ്റ്റത്തിന് വേറെ പറയുന്നൊരു പേരാണ് ബേസ് 10 നമ്പർ സിസ്റ്റം. സോ ഡെസിമൽ നമ്പർ സിസ്റ്റം ഇസ് എ നമ്പർ സിസ്റ്റം ദാറ്റ് യൂസ് 10 സിമ്പിൾസ് ടു ഫോം എ നമ്പർ അല്ലെ? ഇനി ഓരോ നമ്പർ സിസ്റ്റത്തിലും എന്തുണ്ട്? ഓരോ ഡിജിറ്റിന് വെയിറ്റ് അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ എന്നുള്ളത് ഉണ്ട്. എന്താണ് വെയിറ്റ് അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിജിറ്റിന്റെയും പൊസിഷൻ അനുസരിച്ചിട്ട് ഓരോ ഡിജിറ്റും നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ അതിനൊരു വെയിറ്റ് അസോസിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ഡിജിറ്റിനും ഓരോ വെയിറ്റ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വെയിറ്റ് ഓർ പ്ലേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ റിലേറ്റീവ് പൊസിഷൻ എന്നാണ് പറഞ്ഞത് അല്ലെ? ഇപ്പോൾ നമ്മൾ
543, അതുപോലെ 345 അല്ലെ, 345 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് അവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. രണ്ടിലും എന്ത് തന്നെയാണ്, ഒരേ സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് രണ്ട് നമ്പറും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ, ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ എന്താണ് ഇത്, ഓരോ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ 543 ഡിജിറ്റ് ആണ്, 5 ഒരു ഡിജിറ്റ് ആണ്, 4 ഒരു ഡിജിറ്റ് ആണ്, അതുപോലെ 3 എന്ന് പറയുന്നത് അടുത്ത ഡിജിറ്റ് ആണ്. അങ്ങനെ 3 ഡിജിറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ഓരോ ഡിജിറ്റിന്റെയും വെയിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് പറഞ്ഞത്? ദ വെയിറ്റ് ഓർ പ്ലേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് റിലേറ്റീവ് പൊസിഷൻ അല്ലെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഡിജിറ്റിന്റെ വെയിറ്റ് അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിന്റെ റിലേറ്റീവ് പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ആ നമ്പറിൽ ആ ഡിജിറ്റിന്റെ പൊസിഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് നോക്കാം, ഡിജിറ്റിനെ റൈറ്റ് ടു ലെഫ്റ്റ് ഓർഡറിൽ നോക്കാം അല്ലെ. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്താണോ ആ ബേസ് റേസ് ടു 0 ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് വെയിറ്റ് അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെയിറ്റ് അസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ പറഞ്ഞെന്താണ്, റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ആ നമ്പർ സിസ്റ്റത്തിലെ ബേസ് റേസ് ടു ബേസിന്റെ പവർ ടു ദ 0. അപ്പോൾ അതെന്ന് പറയുകയാണെങ്കിൽ 3യുടെ 543 എന്ന് പറഞ്ഞ നമ്പറിലെ 3യുടെ വെയിറ്റ് എന്ന് പറയുന്നതാണ് നമ്പറിന്റെ ബേസ് ഏതാണ്? ഇവിടെ 10 ആണ്. അപ്പോൾ 10 റേസ് ടു 0, 10 റേസ് ടു 0 എത്രയാണ്? 1 ആണ്. അപ്പോൾ വെയിറ്റ് ഓഫ് 3 എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത 543 നമ്പറാണ് 4. ആ വെയിറ്റ് ഓഫ് 4 എത്രയാണ് കാൽക്കുലേറ്റ് 10. അടുത്ത നമ്പറിന്റെ എന്തായി? 0ക്ക് പകരം അടുത്തത് 1 ആയി. റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ അടുത്ത ലെഫ്റ്റിലെ ഡിജിറ്റ് പറഞ്ഞാൽ 4 ആണ്. 4ന്റെ അപ്പോൾ എന്താവും? 10 റേസ് ടു 10 ടു ദ പവർ ഓഫ് 1 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 10 റേസ് ടു 1. 10 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 10 ആണ്. അടുത്ത ഡിജിറ്റ് 5 ആണ് അല്ലെ, അടുത്ത ഡിജിറ്റ് 5 ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ പവർ എന്ന് പറയുന്ന വെയിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 10 റേസ് ടു 2. അപ്പോൾ 10 റേസ് ടു 2 പറയുന്നത് 100 ആണ്. അപ്പോൾ വെയിറ്റ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ 100 ആണ് അല്ലെ. ഇനിയിപ്പോൾ അതിന്റെ അപ്പുറത്തൊരു ഡിജിറ്റ് സപ്പോസ് 1 ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ വെയിറ്റ് എത്ര എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? വെയിറ്റ് ഓഫ് 1 ഈക്വൽ ടു 10 റേസ് ടു 3. 10 റേസ് ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000. ഈ രീതിയിലാണ് നമ്മൾ വെയിറ്റ് ഓഫ് എ നമ്പർ എന്ന് കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു നമ്പർ സിസ്റ്റത്തിലെ ഡിജിറ്റിന്റെ വെയിറ്റ് അതിന്റെ റിലേറ്റീവ് പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ നമ്പർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഇൻ എ നമ്പർ സിസ്റ്റം if the weight of digit depends on its relative position, then that particular number system is known as positional number system. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ത് പറയാം? ഡെസിമൽ നമ്പർ സിസ്റ്റം ഈസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം, ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് 345ന്റെ എക്സാമ്പിൾ കൂടി എടുക്കാം. വെയിറ്റ് ഓഫ് 5. 345 വെയിറ്റ് 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? 5ന്റെ വെയിറ്റ് പറഞ്ഞാൽ 1 ആയിരിക്കും. 10 റേസ് ടു 0 അറിയുമ്പോൾ അതുകൊണ്ട് 1. 4ന്റെ വെയിറ്റോ 10 റേസ് ടു 1 ദാറ്റ് ഈസ് 10. ദെൻ 3യുടെ വെയിറ്റ് ആണെങ്കിലോ 10 റേസ് ടു 2 ദാറ്റ് ഈസ് 100. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പഠിച്ചൊന്നുകൂടി നോക്കാം. ഡെസിമൽ നമ്പർ സിസ്റ്റം പറഞ്ഞു, അത് നമ്മൾ പറഞ്ഞു 10 സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് ഡെസിമൽ നമ്പേഴ്സിന്റെ ബേസ് 10 ആണ്. അതുകൊണ്ട് തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 നമ്പർ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞു. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ സിമ്പിൾസ് ഏതൊക്കെയാണ് നോക്കി, 0 തൊട്ടിട്ട് 9 വരെയുള്ള സിമ്പിൾസ് അല്ലെങ്കിൽ അക്കങ്ങൾ. ദെൻ ഓരോ ഡിജിറ്റിനും ഒരു നമ്പറിലെ ഒരു ഡെസിമൽ നമ്പറിലെ ഓരോ ഡിജിറ്റിനും എന്തുണ്ട്? ഒരു പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഉണ്ട്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന്റെ റിലേറ്റീവ് പൊസിഷനെ ബേസ് ചെയ്താണ്. എങ്ങനെയാണ് ആ പൊസിഷൻ എടുക്കുന്നത്? റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കും. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 റേസ് ടു 0 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ലെഫ്റ്റിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് 10 റേസ് ടു 1. ദെൻ നെക്സ്റ്റ് ലെഫ്റ്റിലെ ഡിജിറ്റിന് 10 റേസ് ടു 2. ആ രീതിയിൽ പോകും അല്ലെ. ദെൻ അടുത്ത പറയുന്നത് വാട്ട് ഈസ് MSD ആൻഡ് വാട്ട് ഈസ് LSD എന്നുള്ളതാണ്. എന്താ പറയുന്നത്? MSD മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ദ ഡിജിറ്റ് വിത്ത് മോസ്റ്റ് വെയിറ്റ് ഈസ് കോൾഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡിജിറ്റ് വിത്ത് മോസ്റ്റ് വെയിറ്റ് ഈസ് കോൾഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് അല്ലെ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പറിലെ ഡിജിറ്റിനെ മോസ്റ്റ് വെയിറ്റ് ഉള്ള ഡിജിറ്റിനെ നമ്മൾ എന്താ പറയുക? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്
ഡിജിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം നമ്മളുടെ 543 നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതാണ് 5 എന്ന് പറഞ്ഞ നമ്പറിനാണ് അല്ലെ. അതിന്റെ വെയിറ്റ് പറയുന്നത് 100 ആണ്. അതുകൊണ്ട് തന്നെ MSD എന്ന് പറയുന്നത് ഏതായിരിക്കും 5 ആയിരിക്കും. 543 MSD എന്ന് പറയുന്നത് 5. ദെൻ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ LSD എന്താണ്? ദ ഡിജിറ്റ് വിത്ത് ലീസ്റ്റ് വെയിറ്റ് അല്ലെ, അല്ലെങ്കിൽ ഡിജിറ്റ് വിത്ത് ലെസ് വെയിറ്റ് ഈസ് കോൾഡ് എന്ത് പറയുന്നു? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ LSD. അപ്പോൾ 540 നോക്കുകയാണെങ്കിൽ 3ക്കാണ് എന്ത് ഏറ്റവും വെയിറ്റ് കുറവുള്ളത് 1 അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് വേറെ രീതി പറയുകയാണെങ്കിൽ എന്ത് പറയാം? MSD എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് MSDയും അതുപോലെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് LSD ആയിരിക്കും ഒരു നമ്പറിന്റെ. ഓക്കെ, ഇത്രയാണ് എന്ത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ സെക്കൻഡ് നമ്പർ സിസ്റ്റം ഈ ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേരിൽ തന്നെ ബൈനറി അല്ലെങ്കിൽ ബൈ എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. സോ ബൈനറി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പർ സിസ്റ്റം വിച്ച് ഇൻവോൾവ് 2 നമ്പേഴ്സ് അല്ലെങ്കിൽ എന്താണ്? ഇൻ ബൈനറി നമ്പർ സിസ്റ്റം എ നമ്പർ ഈസ് ക്രിയേറ്റഡ് ഓർ കൺസ്ട്രക്റ്റഡ് യൂസിങ് 2 സിമ്പിൾസ്. ഏതൊക്കെയാണ് സിമ്പിൾസ്? 0 ആൻഡ് 1. അപ്പൊ അതുകൊണ്ട് തന്നെ ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് ബൈനറി നമ്പർ സിസ്റ്റം വിളിക്കുന്ന വേറൊരു പേരാണ് ബേസ് 2 നമ്പർ സിസ്റ്റം. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റം പോലെ ബൈനറി നമ്പർ സിസ്റ്റം എന്താണ്? ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്. എന്താണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ പൊസിഷണൽ നമ്പർ സിസ്റ്റം ഈച്ച് ഡിജിറ്റ് ഹാവ് എ വെയിറ്റ്, ഈച്ച് ഡിജിറ്റ് ഇൻ എ നമ്പർ ഹാവ് എ വെയിറ്റ് വിച്ച് ഈസ് expressed in terms of its relative position അല്ലേ. ദെൻ നോക്കാം, ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഡിജിറ്റിന് വേറൊരു പേരാണ് പറയുക, ബിറ്റ് എന്നാണ് പറയുക. സാധാരണ നമ്മളിപ്പോൾ നമ്പർ സിസ്റ്റത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ പറയുന്ന ഡിജിറ്റ് എന്നാണെങ്കിൽ ഇവിടെ നമ്മൾ ഡിജിറ്റിന് പകരം ബിറ്റ് എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുക. ദെൻ പ്ലേസ് വാല്യൂ ഓഫ് എ ബൈനറി ബിറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് ഓർ ഇൻ ദ പവർ ഓഫ് 2 ആണ് അല്ലേ. എന്താണ്? 2⁻² എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക? ബൈനറി നമ്പർ സിസ്റ്റത്തിലെ ഓരോ ബിറ്റിനെയും പ്ലേസ് വാല്യൂ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഓൾറെഡി ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ LSD ആൻഡ് MSD പഠിച്ചിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും അതുപോലെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും. ഇവിടെ അതിന് പകരം ഡിജിറ്റിന് പകരം ബിറ്റ് എന്ന് പറഞ്ഞു. സോ അതിന്റെ പേരൊന്ന് മാറി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും അതുപോലെ തന്നെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും. കൺസെപ്റ്റ് സെയിം തന്നെ. എന്താണ്? ദ ബിറ്റ് വിത്ത് മോസ്റ്റ് വെയിറ്റ് ഈസ് നോൺ ആസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ദ ബിറ്റ് വിത്ത് ലീസ്റ്റ് വെയിറ്റ് ഈസ് നോൺ ആസ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അല്ലെങ്കിൽ LSB. അപ്പോൾ MSB എന്ന് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റും LSB എന്ന് പറയുന്നത് റൈറ്റ് മോസ്റ്റ് ബിറ്റും ആയിരിക്കും. ദെൻ നമ്മൾ കണ്ടു ബൈനറി നമ്പർ സിസ്റ്റം അതുപോലെ തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണെങ്കിലും 2 സിമ്പിൾസ് കോമൺ ആണ് അല്ലെ, 0 അതുപോലെ 1. അപ്പൊ എങ്ങനെയാണ് ഏത് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ 0ഉം 1ഉം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡെസിമൽ നമ്പർ ആണോ അല്ലെങ്കിൽ ബൈനറി നമ്പർ ആണോ എന്ന് എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ആ ഫോർമാറ്റ് ആണ് എന്ത്? എങ്ങനെയാണെങ്കിൽ ഒരു നമ്പർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എ നമ്പർ ഷുഡ് ബി സ്പെസിഫൈഡ് വിത്തിൻ ബ്രാക്കറ്റ് അല്ലെങ്കിൽ നമ്പർ ദെൻ ബേസ് അല്ലെ. ബേസ് എന്ത് ചെയ്യുന്നു? സ്പെസിഫൈഡ് ആസ് എ സബ്സ്ക്രിപ്റ്റ് ഓഫ് ദ നമ്പർ. ആ നമ്പർ ഏത് നമ്പർ സിസ്റ്റത്തിലാണോ ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അതിന്റെ നമ്പറിന്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ നോക്കാം. 11001 ടു ദ ബേസ് 2 എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തായി? അതൊരു ബൈനറി നമ്പർ സിസ്റ്റമാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, ഇതിന് മുമ്പായിട്ട് നമുക്കൊന്ന് നോക്കാം. 11001 അല്ലെ. സോ റൈറ്റ് മോസ്റ്റ് 1 അല്ലെ, ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് റൈറ്റ് മോസ്റ്റ് 1 ആണ്. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2⁻0. 2⁻0 എന്ന് പറയുന്നത് 1 ആണ്. സോ റൈറ്റ് മോസ്റ്റുള്ള 1ന്റെ വെയിറ്റ് 1 തന്നെയാണ് അല്ലെ. അടുത്ത് വരുന്ന ബിറ്റ് ഏതാണ്? 0 ആണ് അല്ലെ. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2⁻1 ആണ്, അതായത് 2. അപ്പൊ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ടുള്ള 0ന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ദെൻ തേർഡ് ബിറ്റ് എന്താണ്? തേർഡ് ബിറ്റും
0 ആണ്. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2^3 ആണ്. 2^3 എന്ന് പറയുന്നത് 2^2 ആണ്. 0^3 2^2. 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ തേർഡ് ബിറ്റ് ആയിട്ടുള്ള 0ന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. ഫോർത്ത് ബിറ്റ് 1 ആണ്. 1ന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2^3 ആണ്, ദാറ്റ് ഈസ് 8 ആണ്. ദെൻ ഫിഫ്ത്ത് ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2^4 ആണ്, ദാറ്റ് ഈസ് 16. സോ ഈ രീതിയിൽ നമുക്ക് വെയിറ്റ് അറിയാൻ പറ്റും. സോ ബൈനറി നമ്പർ സിസ്റ്റം എന്താണ്? ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്. നെക്സ്റ്റ് ഈസ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ദെൻ ബൈനറി നമ്പർ സിസ്റ്റത്തെ കുറിച്ച് പറയാനുള്ളത്, ബൈനറി നമ്പർ സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന എന്തേ ഉള്ളൂ? ബൈനറി നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ബൈനറി ഫോമിലുള്ള ഡാറ്റ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബൈനറി നമ്പർ സിസ്റ്റത്തിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിന് ഓൺ ഓർ ഓഫ് എന്ന കൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ 0 ഉപയോഗിച്ച് നമുക്ക് 0 എന്ന് പറയുന്നത് എന്താണ്? ഓഫ് എന്നുള്ള കൺസെപ്റ്റും 1 ഉള്ളത് ഓൺ എന്നുള്ള കൺസെപ്റ്റിലുമാണ് നമ്മൾ ഡിജിറ്റൽ സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്പർ സിസ്റ്റം ഈസ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. അവിടെ എത്രയാണ് അതിന്റെ ഇത് വരിക? 8 അല്ലെ. ഒക്ട എന്ന് പറയുന്നത് 8 എന്നാണ്. സോ ഇൻ ഒക്ടൽ നമ്പർ സിസ്റ്റം എ നമ്പർ ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് 8 സിമ്പിൾസ് അല്ലെ. ഏതൊക്കെയാണ് സിമ്പിൾസ്? 0, 1, 2, 3, 4, 5, 6 ആൻഡ് 7 അല്ലെ. പലപ്പോഴും ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലുള്ള ഒരു കൺഫ്യൂഷൻ 8 ഉണ്ട് എന്നുള്ളതാണ്. 8 എന്ന് പറയുന്നത് 8 ആണ്, പക്ഷെ എന്താണ് 8 എന്ന് പറഞ്ഞ സിമ്പിൾ എന്തില്ല? ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഇല്ല. അതുപോലെ 9 എന്ന് പറഞ്ഞ സിമ്പിളും ഇല്ല. അതിന്റെ ബേസ് 8 ആയതുകൊണ്ട് തന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റം നമ്മൾ പറയുന്ന വേറെ പേരാണ് ബേസ് 8 നമ്പർ സിസ്റ്റം. അതുപോലെ തന്നെ ഇൻ ഈച്ച് ഡിജിറ്റ് ഓഫ് ഒക്ടൽ നമ്പർ സിസ്റ്റം ആസ് എ പ്ലേസ് വാല്യൂ ഓർ വെയിറ്റ് വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പവർ ഓഫ് 8. 8ന്റെ 8^2 അല്ലെങ്കിൽ 8ന്റെ പവറിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓരോ ഒക്ടൽ നമ്പറിലെ ഓരോ ഡിജിറ്റിന്റെയും പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ വെയിറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. പ്ലേസ് വാല്യൂ ഓഫ് ഡിജിറ്റ് എക്സ്പ്രസ് ഇൻ പവർ ഓഫ് 2. സോ ഇവിടെ നമ്മൾ ഇത് 173 അല്ലെ. 173 എന്ന് പറയുമ്പോൾ ഒരു ഡെസിമൽ നമ്പർ വരാം അല്ലെ. അതൊരു ബൈനറി നമ്പർ ആവുമോ? ഇല്ല. കാരണം 7ഉം 3 എന്ന് പറഞ്ഞാൽ ബൈനറി നമ്പേഴ്സ് ഇല്ല. പക്ഷെ അതൊരു ഒക്ടൽ നമ്പർ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മൾ എങ്ങനെയാണ് ഒക്ടൽ നമ്പർ ആണ് എന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? 173 അതിന് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ബേസ് 8 കൊടുത്തു. സോ ഇതിലെ 3യുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 3യുടെ വെയിറ്റ് 8^0. 8^0 എന്ന് പറഞ്ഞാൽ 1. 3യുടെ വെയിറ്റ് 1 ആണ്. 7ന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8^1. 8^1 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 7ന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8 ആണ്. 1ന്റെ വെയിറ്റ് പറഞ്ഞാൽ എന്താണ്? 8^2. 8^2 എന്ന് പറഞ്ഞാൽ 64. അപ്പോൾ 1ന്റെ വെയിറ്റ് പറഞ്ഞാൽ 64 ആണ്. നെക്സ്റ്റ് നമ്പർ സിസ്റ്റം ഈസ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഇവിടെ എന്താണ്? ഇൻ ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ 16 എന്നുള്ളതാണ് അല്ലെ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എ നമ്പർ ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ യൂസിങ് 16 സിമ്പിൾസ്. അതുകൊണ്ട് തന്നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. സോ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ബേസ് 16 നമ്പർ സിസ്റ്റം. ഏതൊക്കെയാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം സിമ്പിൾസ് എന്ന് നോക്കാം അല്ലെ. നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന 10 സിമ്പിൾ മുതൽ, അതായത് 0 തൊട്ട് 9 വരെയുള്ള, അതിനുശേഷം എ, ബി, സി, ഡി, ഇ ആൻഡ് എഫ്. എ തൊട്ടിട്ട് എഫ് വരെയുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ് അല്ലെ. ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്, സ്മോൾ ലെറ്റർ ഉപയോഗിക്കാൻ പാടില്ല. ക്യാപിറ്റൽ ലെറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ എ ഈസ് ഇക്വലന്റ് ടു ഡെസിമൽ നമ്പർ 10. ബി എന്ന് പറയുന്നതോ ഡെസിമൽ നമ്പറിൽ 11 ഇക്വലന്റ് ആണ്. സി എന്ന് പറയുന്നത് ഡെസിമൽ നമ്പറിൽ 12 ആണ്. ഡി എന്ന് പറയുന്നത് ഡെസിമൽ നമ്പറിൽ 13 ആണ്. ഇ എന്ന് പറയുന്നത് ഡെസിമൽ നമ്പറിൽ 14. എഫ് എന്ന് പറയുന്നത് ഡെസിമൽ നമ്പറിൽ 15 ആണ്. സോ ഇവിടെ താഴെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 16 ഡിജിറ്റ് അല്ലെങ്കിൽ 16 സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബേസ് 16 നമ്പർ സിസ്റ്റം ആണ്. പ്ലേസ് വാല്യൂ ഓഫ് ഡിജിറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പവർ ഓഫ് 16 to the power അല്ലെ. 17b to the base 16 എന്ന് കൊടുത്തിട്ട് അല്ലെ. ആ ബിയുടെ പവർ എത്രയാണ്? ബി എന്ന് പറയുന്ന ഡിജിറ്റിന്റെ പവർ എന്ന് പറയുന്നത് 16^0 1 ആണ്. 7ന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ന്റെ ബിയുടെ പ്ലേസ് വാല്യൂ ആണ് 1. 7ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 16^1 ദാറ്റ് ഈസ് 16 ആണ്. 1ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 16^2. 16^2 എന്ന് പറയുമ്പോൾ ആ വാല്യൂ അല്ലേ. ഓരോ നമ്പർ സിസ്റ്റവും അതിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസ്
എന്നുള്ളതാണ്. ഒരു നമ്പർ സിസ്റ്റം അതിന്റെ ബേസും നമ്പർ ഓഫ് സിമ്പിൾ സീരീസും ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കുക. ഇതെല്ലാം പഠിച്ച ശേഷം ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഏകദേശം ഒരു സംഗ്രഹ രൂപം നമുക്ക് അവിടെ കിട്ടുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നമ്പർ കൺവേർഷൻ ആണ്. അതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ച് ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക. അത് പേഴ്സണലായിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം.